നമസ്കാരമുണ്ട് കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തുടക്കക്കാർക്കും യൂട്യൂബ് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ഇടുക കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഞാൻ കുറച്ചുകൂടി പറയാം കേട്ടോ. കാരണം ഒരുപാട് അമ്മമാരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് എങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ ലോങ് വീഡിയോ എൻ്റെ അത്രയ്ക്ക് സക്സസ് ആയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഞാൻ മോണിറ്റൈസേഷൻ ആയത്, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയതെന്നൊക്കെ, സബ് കിട്ടിയതെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 4 മാസമാണ് ചാനലായത്. അതിലൊരു 3.5 മാസമായി ഞാൻ ലൈവ് തുടങ്ങിയിട്ട്. ആ 3.5 മാസം കൊണ്ടാണ് എനിക്ക് ആ വാച്ച് അവർ ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. വാച്ച് അവർ എന്ന് പറയുന്നത് സാധനം ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. അപ്പം നമുക്ക് ഈ വാച്ച് അവർ കൂടുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ് നമുക്ക് വാച്ച് അവർ കൂടത്തുള്ളൂ. ഷോർട്ട് വീഡിയോസിലൂടെ നമുക്ക് വാച്ച് അവർ കൂടില്ല, മനസ്സിലായി? ഷോർട്ട് വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ റീച്ച് ആവാനും പിന്നെ നമ്മളെ മറ്റുള്ള സബ്ബുകൾ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മൾ യൂട്യൂബ് അറിയും നമ്മൾ ഇങ്ങനെ ഒരു ചാനലുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ഇങ്ങനെ റീച്ച് ആയിക്കൊണ്ടിരിക്കും. പിന്നെ അത് അട്രാക്ട് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് സബ്ബ് തന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഒരു ഷോർട്ട് വീഡിയോ ഉപയോഗിക്കുന്നത്. അല്ല, ഷോർട്ട് വീഡിയോസിലൂടെ ഒരിക്കലും നമ്മൾ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോസിലൂടെ മോണിറ്റൈസേഷൻ കിട്ടും, ആൻഡ് വീഡിയോസ് ലൈവിലൂടെ, ഈ 2 കാര്യത്തിലൂടെ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടൂ. പിന്നെ ലോങ് വീഡിയോ ഇടുന്നത് അതിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടിടുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒറ്റ ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ വാച്ച് അവർ ഫിനിഷ് ചെയ്യാൻ പറ്റിയവരുണ്ട്. കാരണം ഒരു ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന വീഡിയോ അല്ല. അപ്പോൾ അതൊരു എത്രയോ പേര് കാണുവാണ്, ഇത്രയും റീച്ച് കിട്ടുവാണെങ്കിൽ എത്ര പെട്ടെന്നാണ് നമുക്ക് വാച്ച് അവർ എല്ലാം ഫുള്ള് കയറുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ കയറണമെന്നില്ലല്ലോ, ഇല്ലേ? ഇപ്പം നമുക്ക് ലോങ് വീഡിയോ ഈ ക്ലിക്കായിട്ട് വാച്ച് അവർ കിട്ടാമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല. അത് അത്രയും നമ്മുടെ ടൈം വേസ്റ്റ് ആവത്തേ ഉള്ളൂ. ഏകദേശം ഒരു 60-70 സബ് ആകുമ്പോൾ തന്നെ നമ്മൾ ലൈവ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണ്. ഞാൻ പെട്ടെന്ന് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്തില്ലായിരുന്നു, ഞാൻ ലൈവ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യാൻ, നിങ്ങളൊരു യൂട്യൂബർ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങളുടെ ഒരു ജോലിയാണ്. ലൈവ് ചെയ്യുക നിങ്ങളുടെ ഒരു ജോലിയാണ്. നിങ്ങൾ ഇതിനകത്ത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ചെയ്യണം, ആൾക്കാരോട് സംസാരിക്കണം. ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ്, മനസ്സിലായില്ലേ? എല്ലാ ജോലിയും പോലെ ഇതുപോലെ സാലറി കിട്ടുന്ന ഒരു ജോലിയാണിതും. സാലറിയും മാത്രമല്ല ഫെയിമും സാലറിയും ഒക്കെ കിട്ടുന്ന ഒരു ജോലിയാണിത്, ഇല്ലേ? അപ്പം ഇത് ലൈവ് എന്ന് പറയുന്നത് നമ്മുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. ഈ ലൈവ് ചെയ്യുന്നത് എന്ത് ബാഡായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. കാരണം നമ്മൾ ലൈവ് എന്ന് പറയുന്നത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ അന്ന് ചെയ്ത ലൈവ് പോലും നിങ്ങൾക്ക് ഇന്ന് വേണമെങ്കിൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഇല്ലേ? അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു 60-70 സബ് ആവുമ്പോൾ ചാനലൊന്ന് ഇച്ചിരി റീച്ചാക്കി എന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടൊന്ന് റീച്ചാക്കിയിട്ട് എടുത്തിട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആഴ്ചയിൽ ഒരു 3 ലോങ് വീഡിയോ നിങ്ങൾ ഇടാൻ നോക്കണം. ചിലപ്പോൾ ഒന്നാങ്കണം കയറി ക്ലിക്കായാൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ, ഒറ്റ ദിവസം കൊണ്ട് വാച്ച് അവർ കിട്ടത്തില്ലേ? അപ്പം ലോങ് വീഡിയോ അതിൻ്റെ വഴിക്ക് പോട്ടെ. ലൈവ് എന്നും ഒരു സമയം നിങ്ങൾ ചൂസ് ചെയ്യണം. അതായത് ആൾക്കാരെല്ലാം കുറച്ച് ഫ്രീ ആവുന്ന സമയം ഏതാണ്, മനസ്സിലായില്ലേ? ഒന്നുകിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് ടൈം, അല്ലെങ്കിൽ കുറച്ച് രാവിലെ ആ ഒരു ഫ്രീ ടൈം, ഏതാണെന്ന് വെച്ചാൽ ഈ ടൈം എടുത്തിട്ട് നിങ്ങൾ ഒരു 1 hour അതങ്ങ് ചൂസ് ചെയ്യണം, ആ ടൈം. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ലൈവ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസവും 2ാമത്തെ ദിവസവും ഒക്കെ വളരെ ആൾ കുറവായിരിക്കും. ഞാൻ ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസമൊക്കെ ചെയ്യുമ്പോൾ ആരും വന്നിട്ടില്ല. ഞാൻ എന്നിട്ട് വിചാരിക്കും ചെയ്യുമ്പോൾ 1K 2K വ്യൂസൊക്കെ ആൾക്കാർക്കുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ കിട്ടുന്നത്? എനിക്കാണെങ്കിൽ അകത്ത് 5-6 പേര് വന്നിട്ടുള്ളൂ. ഞാൻ ആകെ അങ്ങ് വിഷമിച്ചു പോയായിരുന്നു. 2ാമത്തെ ദിവസവും ചെയ്തപ്പോഴും അതുപോലെ തന്നെ. 3ാമത്തെ ദിവസം ആണെങ്കിൽ തെറിവിളി, ചീത്തവിളി, എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാം. ഞാൻ നിർത്തിയിട്ട് ഞാനിനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതാണ്. എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, പുള്ളിയാണ് പറഞ്ഞത്. ഏത് ജോലി, ഇപ്പം നമ്മളൊക്കെ കുഞ്ഞു ആൾക്കാരല്ലേ, വലിയ ആൾക്കാരിരുന്നാൽ പോലും ബാഡും നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും കമൻസ് വരത്തില്ലേ? അതിപ്പോൾ ആരിരുന്നാലും, ഇതിപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇരുന്നാൽ പോലും ബാഡും വരും ഗുഡും വരും. നിങ്ങൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി. അപ്പം നിങ്ങൾ ഈ ബാഡ് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം, മനസ്സിലായില്ലേ? ഈ ആക്ച്വലി നമ്മളൊരു കോളേജിലോ സ്കൂളിലോ പണ്ടത്തെ കാലത്ത്, എൻ്റെയൊക്കെ ടൈമിൽ റാഗിങ് ഉണ്ട്. ആ ഒരു റാഗിങ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി ഈ ബാഡിനെ, മനസ്സിലായില്ലേ? നമ്മുടെ ഈ ബാഡുകാർ വരുമ്പോൾ നമ്മളത് സംസാരിക്കും, നമ്മളത് ഹാൻഡിൽ ചെയ്യണം. അപ്പം നമ്മളെ കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നല്ലവരെ മാത്രമല്ലല്ലോ ലോകത്ത്, ഇല്ലേ? അപ്പം നല്ല മീൻസ് ബാഡ് പറയുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അപ്പം നമ്മൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇതൊക്കെ നമുക്ക് ഈ ലൈവിലൂടെ നമുക്ക് മനസ്സിലാക്കാനും കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവും കേട്ടോ ലൈവിലൂടെ. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. അങ്ങനെ പല ഗുണങ്ങളും ഈ ലൈവിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈവ് ചെയ്യുമ്പോഴത്തേക്ക്
അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനത് അടുത്ത എപ്പിസോഡാക്കി പിന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അടുത്ത എപ്പിസോഡിൽ ഞാൻ അടുത്ത ഒരു വീഡിയോ ആക്കി ലൈവിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ലൈവിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ഇട്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ.